ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടുള്ള ഒരു മുറുക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാണ് ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മട്ട റൈസാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ അതേ അളവിൽ തന്നെ ഞാനൊരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തത് പുട്ടുപൊടിയാണ്. എൻ്റെ കയ്യിൽ സാധാരണ പത്തിരിപ്പൊടി ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാം, പുട്ടുപൊടി ഉപയോഗിച്ചും ചെയ്യുക. അപ്പോൾ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത റെഡ് ചില്ലീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ക്രഷ് ചെയ്ത ചില്ലി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പുട്ടുപൊടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. ഇത് ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കായത്തിൻ്റെ പൊടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇത്ര വേണ്ട, അരക്കപ്പ് മതി എന്നുണ്ടെങ്കിൽ, അരക്കപ്പ് ചോറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തന്നെ അരിപ്പൊടിയും എടുത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എള്ളോ കരിഞ്ജീരകമോ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിനാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള അച്ചാണ് വേണ്ടത്. ഈ ചാറ് പോലെ വരുന്നത് വേണം. ആ ചാറ് വരുമ്പോഴേ നമുക്കതിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് മെഴുക്ക് പുരട്ടിയിട്ട് ഞാനിതാ ഈ സേവനായുടെ ഉള്ളിലും കുറച്ച് ഞാൻ മെഴുക്ക് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടി ഞാൻ 2 ബാച്ചായിട്ട് ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് തിരിച്ചെടുക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ തിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. അതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇത് ഞാനൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അധികം അമർത്തി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. പിന്നെ ഇത് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊട്ടിയ ഭാഗം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഫുള്ള് ചെയ്തെടുക്കുക കേട്ടോ. കഷ്ണമായിട്ട് നമുക്ക് ചെറിയ ചെറിയ നൂല് പോലെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഈ സെൻറ്ററത്തെ ഭാഗം സൈഡിലെ ഭാഗം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടി തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത് ഞാനിവിടെ കുറേ മുറുക്കുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായ ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചെറിയ തീയിൽ വെക്കാം കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വലുപ്പമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒറ്റ ഇഴകളും വിട്ടു പോവില്ല. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മുടെ മുറുക്കൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ കളറായിട്ട് ഇത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.